ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാട്ടറൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട് ചെറിയൊരു ഫിൽറ്റർ. നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഉണ്ടാക്കുന്നത് പഴയൊരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചുകൊണ്ടാണ്. പഴയൊരു പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫിൽറ്റർ ഉണ്ടാക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ടങ്ങ് പോയാലോ. ആദ്യം നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടപ്പൊന്ന് ഇതിൻ്റെ ഒരു മൂടി നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നമുക്കൊരു 5 പോയിൻ്റ് ഇടണം. നമുക്ക് അവിടെ ഒരു ഹോൾ ഇടാനായിട്ടാണ്. ഇതുപോലെ പോയിൻ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ 5 ഹോൾസ് എടുത്തിട്ടുണ്ട്. ഇനി അത് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ മാർക്കിട്ടു. എന്നിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടപ്പ്, അതായത് അതിൻ്റെ മൂടി ടോപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ എടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു മുറിച്ച കുപ്പി ഇതുപോലെ വെച്ച് ഇതുപോലെ മാർക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഒരു മാറ്റി വെച്ച കുപ്പി മുറിച്ചതില്ലേ, അതായത് ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ടൈറ്റായി കയറുന്ന രീതിയിലാണ്ട് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ ഇട്ട് ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ പശ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പശ വെച്ച് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വെള്ള തുണി വേണം. നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ പഞ്ഞി ആയാലും മതി. നമ്മളിപ്പോൾ വെള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ ഒരു തുണി മുഴുവനായിട്ടും അങ്ങ് കയറ്റി കൊടുക്കുക. ഇതുപോലെ കയറ്റിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വടിയോ കോലോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിലൊന്ന് വെച്ച് അമർത്തി കൊടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു കമ്പി എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ കരി വേണം, കരിക്കട്ടകൾ, അതായത് ചാർക്കോളിൻ്റെ പീസുകൾ വേണം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇതുപോലെ ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കുപ്പിയുടെ അകത്തോട്ട് കയറ്റി വെക്കാനായിട്ടാണ്. നമുക്ക് വലിയ കഷ്ണങ്ങളായതിൻ്റെ അകത്തോട്ട് കയറില്ല, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു തുണി കഷ്ണം കൂടി വേണം. എന്നിട്ട് ആ ഒരു ചാർക്കോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തുണി പരത്തി വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് നല്ല മണൽ വേണം. നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ച മണലാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അതും കൂടിയാണ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫണൽ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മണലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും ഒരു വെള്ള കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി അങ്ങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുത്തി കയറ്റി നല്ല ടൈറ്റായിട്ട് വെക്കുക. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫുള്ള് നമുക്ക് തുണി ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തുണി ഫില്ല് ചെയ്തു. ഇനി അടുത്തായിട്ട് ഇതുപോലെ ചെറിയൊരു തുണിയുടെ പീസ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹോൾ ഇട്ട് വെച്ച ആ ഒരു അടപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് അടച്ചും കൂടി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെച്ചു. ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിതുപോലൊരു ജഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചളിവെള്ളം എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ചളിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മണ്ണ് കലക്കിയെടുത്ത വെള്ളമാണ്. ഇത് എത്രത്തോളം ഫിൽറ്റർ ആവുന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളിത് ഒഴിച്ചു. ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ 10x സ്പീഡിലാണ്, കുറച്ച് സ്പീഡിലാണ് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിയിലായിട്ട് ആ ജഗ്ഗിലോട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറേയൊക്കെ ഫിൽറ്റർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളം ആയിട്ടില്ല, ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു തുണിയിലൊക്കെ ചളി പിടിച്ചൊരു കളറുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഒഴിച്ച വെള്ളത്തിലുള്ള ചളിയാണ്. മുകളിലുള്ള തുണിയിലാണ് നല്ല രീതിയിൽ ചളി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിൽറ്ററിൽ സംഭവം വർക്കിംഗ് ആവുന്നൊക്കെ ഉണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് വെള്ളത്തിന്, അത്രയേ ഉള്ളൂ. നമ്മളിത് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ചളി വെള്ളമൊന്നും അല്ലല്ലോ നമ്മൾ ഫിൽറ്റർ ചെയ്യുക. കുറേയൊക്കെ നല്ല വെള്ളമായിരിക്കും നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഫിൽറ്ററിൻ്റെ വീഡിയോ, ഒരു ചെറിയൊരു ഫിൽറ്ററിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക്, അതിൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോ കണ്ടാൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.